നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം ബാലാമണി നവ്യ നായരായിരുന്നു ഇന്നലെ നമ്മുടെ അതിഥി. നവ്യയുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. സിനിമയിലെ നൃത്തം, ഒരുപക്ഷെ സിനിമയിലും നവ്യയ്ക്ക് നൃത്ത ചുവടുകൾ കൊണ്ട് പ്രേക്ഷകരുടെ ഒരുപാട് അംഗീകാരം സിദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. Hi Navya, how are you? Arvind. எப்படி இருக்கு உன் குழந்தை எப்படி இருக்கு? நல்லா இருக்கேன். உங்ககிட்ட ஒரே ஒரு கேள்வி தான் நான் கேட்கணும். என்னன்னா வந்து நீ நான் நிறைய படம் நடிச்சிட்டோம். Like 2 films we acted together and lot of shows we did together. ஆனா வந்துட்டு என்னன்னா your actingல வந்துட்டு you have improved a lot and you have a dancing skill a lot. ஆனா உங்க டான்ஸ் கேரியர்ல வந்துட்டு ஏன் நீ ரொம்ப கான்சன்ட்ரேட் பண்ணல? அதுல கான்சன்ட்ரேட் பண்ணிருந்தா you know you can be a very good dancer. I know that you are a very good dancer. But ஏன் அந்த டான்ஸ் കരിയർ only നീ കോൺസെൻട്രേറ്റ് பண்ணல? ഡാൻസിൽ കുറച്ചുകൂടി ഒരു ഏകാഗ്രതയും കോൺസെൻട്രേഷൻ ഒക്കെ ആകാമായിരുന്നു. ആദ്യം എനിക്ക് മടിയായിരുന്നു. എന്നുവെച്ചാൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാംസ് മാക്സിമം അവോയ്ഡ് ചെയ്യും, ചെയ്യില്ല. ഗൾഫ് ഷോസ് ഒന്നും ഒട്ടും ചെയ്യില്ലായിരുന്നു. ഭയങ്കര മടിയായിരുന്നു എനിക്ക് പോവാൻ. നാണക്കേടും, ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ കയറി വരണം, അപ്പം ഇങ്ങനെ എന്താണ് അങ്ങനെയുള്ള സഭാകമ്പൊന്നും നവിക്കില്ലല്ലോ. ഉണ്ട്, ആക്ച്വലി എനിക്കുണ്ട് ചേട്ടാ, പക്ഷെ അത് മറ്റുള്ളവർക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാക്സിമം ഈ അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോഴാണെങ്കിലും അവാർഡ് വാങ്ങിച്ചിട്ട് പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ. അല്ല, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ കമൽഹാസൻ സാറിനെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് കണ്ടു എന്നിരിക്കട്ടെ, എനിക്ക് അങ്ങോട്ട് പോയി എനിക്ക് അദ്ദേഹത്തിനെ വളരെ ഇഷ്ടമാണ്. പിന്നെ മമ്മൂക്ക എനിക്ക് വളരെ ഇഷ്ടമുള്ള ആക്ടറാണ്. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്ക എന്നുള്ള വിവരം ഞാൻ മമ്മൂക്കയോടൊന്ന് പറയുന്നത്. അതൊരിക്കലും എനിക്ക് പേടിയും ഒരു ചമ്മലും, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ഒക്കെ എനിക്ക് അവരൊക്കെ വളരെ ദൂരെ ഞാനിങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന, അവരെന്നോട് അടുപ്പം കാണിച്ചാൽ പോലും എനിക്ക് അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒരു എന്തോ ഒരു നവ്യക്ക് എപ്പോഴും അങ്ങോട്ട് നവ്യായിട്ട് അങ്ങോട്ടൊരു ഇനിഷ്യേറ്റീവ് ചെയ്യാൻ വേണ്ടി ഒരു മടിയാണ്. അങ്ങനെ എനിക്ക് മിണ്ടാതിരിക്കുമ്പോ പലരും അയ്യോ ഒന്നും മിണ്ടാൻ വരുന്നില്ല, എന്തൊരു ജാടയാണെന്ന് ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവാമായിരിക്കാം, എനിക്കറിയില്ല. അതുപോലെ ഇപ്പൊ ഒരു വേദിയിൽ ചെന്നപ്പോ ഒരു അവാർഡ് വാങ്ങിച്ചു. എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് ഈ അവാർഡ് എനിക്ക് കടപ്പാട് രഞ്ജിയേട്ടനോടൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോവും. താങ്ക് യു മാത്രം പറഞ്ഞിട്ട് ഞാനിങ്ങ് വരും. എല്ലാത്തിനും നന്ദി, എല്ലാവരോടും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു അവാർഡ് തന്നവരോട് പോലും നന്ദി രേഖപ്പെടുത്താതെ ആയിരിക്കും അവാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി.